നമ്മളിന്ന് ഗ്രൂപ്പ് എക്കാരുടെ സെമസ്റ്റർ 2ലുള്ള ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ള പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ പേപ്പറിൻ്റെ കോഡ്. സോ ഈ പേപ്പറിലെ മൊഡ്യൂൾ 1ലുള്ള കോമ്പോസിഷൻസ് ഓഫ് ഫങ്ഷൻസ് ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സും കോമ്പോസിഷനും വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനെ പറ്റി പറയുകയാണെങ്കിൽ, ലെറ്റ് ജി ബി എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ടു ദ സെറ്റ് ബി ആൻഡ് ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് ബി ടു ദ സെറ്റ് സി. The composition of the functions f and g denoted for all a belongs to capital A by f composition g is a function from a to c defined by f composition g of a equal to f of g of a. ഇത് കോമ്പോസിഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഡെഫിനേഷൻ ഭയങ്കര വലുതാണ്, നമുക്ക് കേട്ടാൽ ആദ്യം അത്ര മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം, അത് മാത്രം പഠിച്ചാൽ മതി. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്, എയും ബിയും. ഇനി അടുത്ത് എ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എന്ത്, ജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഏത്, എഫ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് സിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഏത്, എഫ് കോമ്പോസിഷൻ ജി, സച്ച് ദാറ്റ് ഈ എഫ് കോമ്പോസിഷൻ ജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ ആണ്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്, എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ് ജി, ബി എന്ന് സിയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി, സച്ച് ദാറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എ ആണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ഡെഫിനേഷനെ കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡെഫിനേഷൻ, ഈ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോർമുല നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഇതിൽ വേണ്ടത്. ഓക്കെ, ഇനി എഫ് കോമ്പോസിഷൻ ജി ഇസ് ദ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് ടു ദ എലമെൻറ്റ് എ ഓഫ് ക്യാപിറ്റൽ എ ദ എലമെൻറ്റ് അസൈൻഡ് ബൈ എഫ് ടു ജി ഓഫ് എ. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതാണ് ഫിഗർ, അതായത് കറക്റ്റ് ഫിഗർ ഇതാണ്. അപ്പോൾ ഈ ഫിഗറിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് എടുത്ത്, ആ എ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് എവിടെയാണ്, നമ്മുടെ ക്യാപിറ്റൽ എയിലുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ എ എന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണല്ലോ ജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ജി ഓഫ് എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാൻ എടുത്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പറയുകയാണ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, 2 സ്ക്വയർ, അതെന്താണ് 4 ആണ്. അപ്പോൾ എനിക്ക് എഴുതാമല്ലോ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം, ആണല്ലോ. അപ്പം ഞാൻ പറയുകയാണ് 2നെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, 2നെ മാപ്പ് ചെയ്തിരിക്കുന്നത് 4ലേക്കാണ്. അങ്ങനെയല്ല നമ്മൾ പറയാം, ഫംഗ്ഷന് 2 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് 4 കിട്ടി, അപ്പോൾ 2നെ മാപ്പ് ചെയ്തിരിക്കുന്നത് 4ലേക്കാണ്. അപ്പോൾ ശരിക്കും ഈ 4 എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് 2 അല്ലേ, ആണല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, 2നെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് 2ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, ജി ഓഫ് എയിലേക്കാണ്, കാരണം ജി ആണ് അവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ എനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, ജി ഓഫ് എയിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാ ഇനി അടുത്തത് ജി ഓഫ് എനെ ഞാൻ എഫ് വഴി മാപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ ഐഡിയയിൽ ഞാൻ പറയട്ടെ എഫ് ഓഫ് 2ന് 4 ആണ്. അപ്പോൾ 2നെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു, എഫ് ഓഫ് 2ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ 2ന് പകരം എടുത്തിരിക്കുന്ന വാല്യൂ ആണ് ജി ഓഫ് എ. 2ന് പകരം ഞാൻ എടുത്ത വാല്യൂ ആണ് ജി ഓഫ് എ. അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് 2ൻ്റെ സ്ഥാനത്ത് ജി ഓഫ് എ അല്ലേ വരേണ്ടത്, അല്ലേ? കാരണം 2ന് പകരമാണ് ജി ഓഫ് എ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2ന് പകരം എന്ത് വരണം, ജി ഓഫ് എ വരണം. അപ്പോൾ ഈസ് മാപ്ഡ് ടു എഫ് ഓഫ് ജി ഓഫ് എ. കണ്ടോ, അതാണ് ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ജി ഓഫ് എ ഈസ് മാപ്ഡ് ടു എഫ് ഓഫ് ജി ഓഫ് എ, കാരണം എഫ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ എ എന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അവസാനം കൊടുത്തിരിക്കുന്ന ഈ ഒരു വാല്യൂ. അതായത് നമ്മൾ എനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു, ജി ഓഫ് എയിലേക്ക് മാപ്പ് ചെയ്തു. എന്നിട്ട് ഈ ജി ഓഫ് എനെ പിടിച്ച് നമ്മൾ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തത്, എഫ് ഓഫ് ജി ഓഫ് എയിലേക്ക് പിടിച്ച് മാപ്പ് ചെയ്തു. എന്നിട്ട് ഇതാണിപ്പോൾ അവിടെ നടന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ശരിക്കും എന്താ ചെയ്തത്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എനെ എങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് ജി ഓഫ് എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് എക്കും എഫ് ഓഫ് ജി ഓഫ് എക്കും ഒരു ബന്ധമില്ല.
പക്ഷേ നമ്മൾ ഈ കോമ്പോസിഷൻ വഴി ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്യണത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡിസ്ക്രീറ്റിൽ കുറേ തിയറിയാണ്. തിയറി നമുക്ക് കാണുമ്പോൾ ഇതെന്താണെന്ന് തോന്നും, പക്ഷേ തിയറി ഭയങ്കര എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലാണ്ട് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഡൊമെയിൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഇസ് ദ ഡൊമെയിൻ ഓഫ് ജി എന്നാണ്. അതായത് നമ്മുടെ എഫ് കോമ്പോസിഷൻ ജീൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ജീൻ്റെ അതേ ഡൊമെയിനാണെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നോക്കിക്കോ, എന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷനാണ് എന്ത്, ജി എന്ന് പറയണത്. എന്ന് ബിയിലോട്ടേക്കുള്ള ഫംഗ്ഷൻ, എന്ന് ബിയിലോട്ടേക്കുള്ള ഫംഗ്ഷനാണ് ജി. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്, എന്ന് സിയിലോട്ടേക്കുള്ള ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി ആണല്ലോ. കേട്ടോ, എഫ് കോമ്പോസിഷൻ ജി എവിടെ നിന്നാണ്, എന്ന് സിയിലോട്ടേക്കുള്ളതാണ്. അപ്പം ജീൻ്റെയും എഫ് കോമ്പോസിഷൻ ജീൻ്റെയും ഡൊമെയിന് സെയിം അല്ലേ, അതേതാണ്, എ ആണ്. ജീൻ്റെയും എഫ് കോമ്പോസിഷൻ ജീൻ്റെയും ഡൊമെയിന് സെയിം ആണ്, അതേതാണ്, അത് നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഴുതിയത് ഡൊമെയിൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഇസ് ദ ഡൊമെയിൻ ഓഫ് ജി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദ റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഇസ് ദ ഇമേജ് ഓഫ് ദ റേഞ്ച് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ എഫ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. അതായത് ഞാൻ ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനായിട്ട് എക്സ് പ്ലസ് വണ്ണിന് എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനായിട്ട് ഞാൻ 2x എടുക്കുകയാണ്. ഓക്കെ. ഇനി ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഡൊമെയിൻ ഓഫ് ജീൻ്റെ ഡൊമെയിൻ ഞാൻ എടുക്കുകയാണ്. അത് സെറ്റ് 1 2 3 ആണ്. എൻ്റെ ഡൊമെയിൻ അതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ജി ഓഫ് എക്സ് എന്നുള്ള വാല്യൂ ഇപ്പോൾ കൊടുക്കുന്ന സമയത്ത് ജി ഓഫ് 1 എന്തായിരിക്കും, ജി ഓഫ് 1 ഞാൻ എക്സ് പ്ലസ് 1 കൊടുത്താൽ ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്, ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഓഫ് ജി എന്താണ്, റേഞ്ച് ഓഫ് ജി എന്ന് പറയണത് സെറ്റ് 2 3 4 ആണ് അല്ലേ. കോഡൊമെയിൻ അല്ലല്ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കിട്ടണ വാല്യൂസ്, ഇമേജ് ആയിട്ട് കിട്ടണ വാല്യൂസ്, ഡൊമെയിനിലുള്ള വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണ ആ റേഞ്ചിൻ്റെ വാല്യൂവിനെ വിളിക്കണ ഇമേജിൻ്റെ ആ സെറ്റിനെ വിളിക്കണ പേരാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഡൊമെയിനിലുള്ള വാല്യൂസ് ജിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ കിട്ടണത് ആ കിട്ടണ വാല്യൂസിനെല്ലാം കൂടി ഒരു സെറ്റാക്കി എഴുതുമ്പോൾ കിട്ടുന്നതാണ് റേഞ്ച്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് കാണാൻ വിചാരിച്ചോ. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എങ്ങനെയാണ്, ഇതാ ഇങ്ങനെയാണ് നമ്മൾ കാണുക അല്ലേ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എ ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ കാണാൻ വിചാരിച്ചോ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അതെന്താണ്, എക്സ് പ്ലസ് 1 എന്നാണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇനി അടുത്ത് എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. അതായത് എഫ് ഓഫ് എക്സ് 2x ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്താണ് എക്സ് പ്ലസ് 1 വന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം, എക്സ് പ്ലസ് 1 വരണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിട്ട് മാറി. അപ്പോൾ എന്താണ് 2x പ്ലസ് 2 ആയിട്ട് മാറി. ഇനി ഈ എക്സിന് എന്തൊക്കെ വാല്യൂസാണ് കൊടുക്കുക, നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജീൻ്റെ ഡൊമെയിൻ എന്താണ്, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ജീൻ്റെ അതേ ഡൊമെയിനാണ്. ദ ഡൊമെയിൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഇസ് ദ ഡൊമെയിൻ ഓഫ് ജി എന്ന് പറഞ്ഞത്. അപ്പോൾ ദാ ജീൻ്റെ ഡൊമെയിൻ എന്താണ്, ജീൻ്റെ ഡൊമെയിൻ ഞാൻ സെറ്റ് 1 2 3 ആണെന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡൊമെയിനും എന്താണ് 1 2 3 തന്നെയാണ്. 1 2 3 തന്നെയാണ് എഫ് കോമ്പോസിഷൻ ജീൻ്റെ ഡൊമെയിൻ. അപ്പോൾ ഇതേ വാല്യൂസ് തന്നെ എനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 1ഉം എഫ് കോമ്പോസിഷൻ ജി ഓഫ് 2ഉം അതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 3ഉം എനിക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് 1 എന്തായിരിക്കും, ഈ ഫോർമുലയിൽ ഞാൻ 1 ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഈ എക്സിൻ്റെ അവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, എനിക്കിവിടെ 4 കിട്ടും. അതുപോലെ എനിക്കിവിടെ 6 കിട്ടും. ഇവിടെ എനിക്ക് 8 കിട്ടും. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്താ കിട്ടിയത്, റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ആണ് എനിക്ക് കിട്ടിയത് 4 6 8 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്താ പറഞ്ഞത്, റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി. എഫ് കോമ്പോസിഷൻ ജിയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് റേഞ്ച് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ എഫ്. എഫ് വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ എഫ് റേഞ്ച് ഓഫ് ജീൻ്റെ ഇമേജ്. അപ്പോൾ എഫ് ഓഫ് റേഞ്ച് ഓഫ് ജി ഇതാണ് നമ്മൾ കാണേണ്ടത്. എന്താ പറഞ്ഞത്, വിത്ത് റെസ്പെക്ട് ടു എഫ് റേഞ്ച് ഓഫ് ജീൻ്റെ ഇമേജ്. അതായത് നിങ്ങൾ റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ എഫിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഇമേജില്ലേ അതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം, എഫ് ഓഫ് റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് സെറ്റാണ് കിട്ടിയത്, ഈ കിട്ടിയ സെറ്റാണ് അല്ലേ. അപ്പോൾ അതിവിടെ എഴുതാം, റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ എന്താണ്, റേഞ്ച് ഓഫ് ജി.
അതെന്തൊക്കെയാണ്? ഈക്വൽ ടു 2, 3, 4 ആണ്. അത് ഈ എഫിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണ ഇമേജിനെയാണ് ഈ റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ റേഞ്ച് ഓഫ് ജി, അപ്പോൾ എന്താണ് എഫ് ഓഫ് 2 കാണണം, എഫ് ഓഫ് 3 കാണണം, പിന്നെ എഫ് ഓഫ് 4 കാണണം. അതല്ല റേഞ്ചിൽ വരുന്ന വാല്യൂസ്, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 2 എന്താണെന്ന് നോക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 × 2, ഇവിടെ അതുപോലെ 2 × 3, ഇവിടെ അതുപോലെ കിട്ടും 2 × 4 എന്ന്. അപ്പോൾ ഇതെന്തായി? 2 × 2 എന്ന് പറഞ്ഞാൽ 4, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ എഫ് ഓഫ് റേഞ്ച് ഓഫ് ജി, അത് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞ സെറ്റ് എന്താ കിട്ടിയത്? 4, 6, 8 ഇത് കിട്ടിയത്. അത് തന്നെയല്ലേ നിങ്ങൾക്ക് റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടിയത്? സെയിം സാധനം തന്നെയല്ലേ കിട്ടിയത്? അതായത് അപ്പോൾ എന്താ പറഞ്ഞത്? എഫ് കോമ്പോസിഷൻ ജീൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമേജ് ഓഫ് റേഞ്ച് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എഫ്. അതായത് നിങ്ങൾ റേഞ്ച് ഓഫ് ജിക്ക് കിട്ടുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ, അത് എഫിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണ ആ ഇമേജ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ജനറലായിട്ട് ഇതിങ്ങോട്ട് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതെന്തായാലും ബൈഹാർട്ട് അങ്ങോട്ട് പഠിച്ചിടുക. അതായത് എന്താണ്? റേഞ്ച് ഓഫ് എഫ് കോമ്പോസിഷൻ ജി ഈസ് ദ ഇമേജ് ഓഫ് ദ റേഞ്ച് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ദ ഫംഗ്ഷൻ എഫ്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അത് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് എഫ് കോമ്പോസിഷൻ ജീൻ്റെ റേഞ്ച് എന്താണെന്ന് വെച്ചാൽ എന്താ ഇടേണ്ടത്? നമ്മൾ എഫിലേക്ക് ജീൻ്റെ റേഞ്ച് അങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടണം ആ ഇമേജിൻ്റെ വാല്യൂ. അതാണ് എഫ് കോമ്പോസിഷൻ ജീൻ്റെ റേഞ്ച്. ഓക്കെ, ഇനി അടുത്തത്, എഫ് കോമ്പോസിഷൻ ജി കനോട്ട് ബി ഡിഫൈൻഡ് അൺലെസ് ദ റേഞ്ച് ഓഫ് ജി ഇസ് എ സബ്സെറ്റ് ഓഫ് ദ ഡൊമെയിൻ ഓഫ് എഫ്. അതായത് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എപ്പോഴും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ജീൻ്റെ റേഞ്ച് എന്ന് പറയണത് എഫിൻ്റെ ഡൊമെയിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. അതായത് ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് റേഞ്ച് ഓഫ് ജി എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം? ഡൊമെയിൻ ഓഫ് എഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതൊരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലായിക്കോളും. ഞാൻ അടുത്ത പ്രോബ്ലം അതാണ്. അപ്പോൾ റേഞ്ച് ഓഫ് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ഡൊമെയിൻ ഓഫ് എഫ് ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ കോമ്പോസിഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേഗം മനസ്സിലാവും. Let G be the function from the set ABC to itself such that G of A is equal to B, G of B is equal to C and G of C equal to A. Let F be the function from the set ABC to the set 1, 2, 3 such that F of A is equal to 3, F of B is equal to 2 and F of C is equal to 1. What is the composition of F and G and what is the composition of G and F? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഇത് ചെയ്ത് വരുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഡിസ്ക്രീറ്റിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ഭയങ്കര വലുതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ആദ്യം ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടും, വെറുതെ മാർക്ക് കിട്ടും. അപ്പോൾ ഇനി ഉത്തരം കിട്ടിയില്ലെങ്കിലും ആ എഴുതി വെച്ചതിന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടും. അപ്പോൾ അത് എന്താണെന്ന് എഴുതി നോക്കാം. അതെന്താ പറഞ്ഞാൽ, ലെറ്റ് ജി ബി ദ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ബി സി to itself such that G of A is equal to B, G of B is equal to C and G of C equal to A. അതായത് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്? ജി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ജീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ആണ്. ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ സി ആണ്. ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞത്. ലെറ്റ് എഫ് ബി ദ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ബി സി ടു ദ സെറ്റ് 1, 2, 3 സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 3, എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 2 ആൻഡ് എഫ് ഓഫ് സി ഈക്വൽ ടു 1. ഇത് സി ആണ് കേട്ടോ. എഫ് ഓഫ് സി ഈക്വൽ ടു 1. അപ്പോൾ അടുത്തത് അത് എഴുതാം. എ ബി സിന്ന് 1, 2, 3ലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തത്? എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി വാട്ട് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി? അപ്പോൾ ആദ്യം എഫ് ആൻഡ് ജീൻ്റെ കോമ്പോസിഷൻ എന്താ കാണാം. എഫ് ആൻഡ് ജീൻ്റെ കോമ്പോസിഷനാണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് വിളിക്കുന്നത്. കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, അതിനാണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്. എഫ് കോമ്പോസിഷൻ ജി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എഫ് കോമ്പോസിഷൻ ജി വരണത്. ഓക്കെ, അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? നമ്മൾ എഫ് കോമ്പോസിഷൻ ജി എഴുതുന്ന സമയത്ത് ജീൻ്റെ റേഞ്ച് എഫിൻ്റെ ഡൊമെയിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ നോക്കിക്കേ, റേഞ്ച് ഓഫ് ജി എന്തായിരിക്കും വരിക? അപ്പോൾ നമ്മളെന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ജീൻ്റെ റേഞ്ച് എന്തിൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ് നോക്കണം. ഈ ഡൊമെയിൻ്റെ സബ്സെറ്റ് ആണോ എന്നാണ് നോക്കണത്. അപ്പോൾ ആദ്യം ജീൻ്റെ റേഞ്ച് എന്താണെന്ന് കാണണം. റേഞ്ച് ഓഫ് ജി,
നിങ്ങൾ നോക്കിക്കോ, റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ജി എന്താണ്? നിങ്ങൾ ഈ ഡൊമൈനിലുള്ള വാല്യൂസ്, ജീൻ്റെ ഡൊമൈനിലുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് എന്ത് വിളിക്കുക? റേഞ്ച് എന്ന് വിളിക്കുക, അല്ലാണ്ട് കോഡൊമൈൻ അല്ല. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫ്രം ദ സെറ്റ് എ ബി സി ടു ഇറ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് അങ്ങോട്ട് എ ബി സി ആണെന്ന് എഴുതും. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യണം അതന്നെയാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. ഇത് കോഡൊമൈൻ ആണ് ഇവിടെ പറഞ്ഞത്, ഇത് റേഞ്ച് അല്ല. അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ ജിയുടെ ഡൊമൈനിലുള്ളത് എ ബി സി ആണ്. അപ്പോൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരണം നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് അടുത്ത് വരച്ചത്, ആ ഫിഗർ വരച്ച അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ആണ്, അപ്പോൾ റേഞ്ചിലുള്ള ഒരു എലമെൻറ്റ് ബി ആണ്. ഇനി അടുത്ത് ജി ഓഫ് ബി എന്ന് പറഞ്ഞാൽ സി ആണ്, അപ്പോൾ റേഞ്ചിലുള്ള അടുത്ത എലമെൻറ്റ് സി ആണ്. ജി ഓഫ് സി എന്ന് പറഞ്ഞാൽ എ ആണ്, അപ്പോൾ റേഞ്ചിലുള്ള അടുത്ത എലമെൻറ്റ് എ ആണ്. വേറെ എലമെൻറ്റ്സ് ഡൊമൈനിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിനി റേഞ്ച് നോക്കേണ്ട ആവശ്യമില്ല. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് വരാം. ഇനി അടുത്ത ഡൊമൈൻ ഓഫ് എഫ്. ഡൊമൈൻ ഓഫ് എഫ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അധികം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എങ്ങോട്ടുനിന്ന് എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തതെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് എന്താണ്? ഡൊമൈൻ ഓഫ് എഫ് പറഞ്ഞാൽ സെറ്റ് എ ബി സി ആണ് അല്ലേ? അത് ആ ഫിഗർ വരച്ചത് സെറ്റ് എ ബി സി, അതാണ് ഇവിടെ നിന്നല്ലേ പോണത് ഈ ഫംഗ്ഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് എന്താണ്? ഡൊമൈൻ ഓഫ് എഫും എ ബി സി ആണ്. നോക്കിയേ, രണ്ടും ഒരേ സെറ്റ് തന്നെയല്ലേ. റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞാലും ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ. ഒന്ന് ബി സി എ എഴുതി, മറ്റേത് എ ബി സി എന്ന് എഴുതി. സെയിം എലമെൻറ്റ്സ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ രണ്ട് സെറ്റ് ഒന്ന് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ റേഞ്ച് ഓഫ് ജി സബ്സെറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് എഫ് എന്ന് ഇവിടെ എഴുതിക്കൂടെ? അല്ലേ? ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എഫ് കോമ്പോസിഷൻ ജി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫോർമുല ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എ ആണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിക്കോ, എഫ് ഓഫ് ജി ഓഫ് എ എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എ എന്താണ്? എഫ് ഓഫ് ക്വസ്റ്റ്യനിൽ ജി ഓഫ് എ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ആണെന്ന് അല്ലേ? ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി ആണെന്ന് ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്, അതിവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എഫ് ഓഫ് ബി. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? അത് 2 ആണ്, അപ്പോൾ അത് എഴുതാം 2. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇത്രയേ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇമേജ് എന്താണെന്ന് കിട്ടി. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബിൻ്റെയും എഫ് കോമ്പോസിഷൻ ജി ഓഫ് സിൻ്റെയും കൂടി ഇമേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടി. ഫസ്റ്റുള്ള കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജിൻ്റെ മാർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. അപ്പോൾ എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി എങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് ബി. നമ്മുടെ ആ ഡെഫിനിഷൻ പ്രകാരം എഫ് ഓഫ് ജി ഓഫ് ബി ആണ്. ഇനി എഫ് ഓഫ് ജി ഓഫ് ബി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ജി ഓഫ് ബി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സി ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതി. ഇനി എഫ് ഓഫ് സി എന്ന് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇവിടെ എന്ത് എഴുതിയാൽ മതി? ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അപ്പോൾ ദാ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി കിട്ടി. ഇനി ഇതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി ചെയ്താലോ? എഫ് ഓഫ് ജി ഓഫ് സി എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് സി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? അത് എ ആണ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു എ. ഇനി എഫ് ഓഫ് എ എന്താണ്? എഫ് ഓഫ് എ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3. സോ ദിസ് ഈസ് ഈക്വൽ ടു 3. കഴിഞ്ഞു. ഈ 3 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര എളുപ്പമാണ്, ഇതൊന്നുമില്ല കാര്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കോമ്പോസിഷൻ ഇതിൻ്റെ തിയറി ഒക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് തോന്നുന്നു, ഡിസ്ക്രീറ്റിൻ്റെ തിയറി കാണും. പക്ഷേ ചെയ്ത് വരുമ്പോൾ ഒന്നുമില്ല, ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ എഴുതിയാൽ വെറുതെ മാർക്ക് കിട്ടും. 3 മാർക്കിനും ചിലപ്പോൾ 6 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കോമ്പോസിഷൻ്റെ ചില ക്വസ്റ്റ്യൻസൊക്കെ. 3 മാർക്ക് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്, വെറുതെ മാർക്ക് കിട്ടാൻ അത്രയും എളുപ്പമുള്ള ഒരു പേപ്പറാണ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നോക്കിക്കോ, വാട്ട് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കോ, കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ്. കോമ്പോസിഷൻ ഓഫ് ജി ആൻഡ് എഫ് ആണ് ജി കോമ്പോസിഷൻ എഫ്. ആദ്യം ഇത് ഡിഫൈൻഡ് ആണോ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് ഡിഫൈൻഡ് ആണോ നോക്കുക? എഫിൻ്റെ റേഞ്ച് ഇവിടെയാണ് മാറിയത്. ഇവിടെ നിങ്ങൾ ഇത്രയും നേരം വിചാരിച്ചെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? എഫ് കോമ്പോസിഷൻ ജി എടുക്കുന്ന സമയത്ത് എഫിൻ്റെ ഡൊമെയിനും ജീൻ്റെ റേഞ്ചും എന്നാണ് പറഞ്ഞത്. പക്ഷെ ജി കോമ്പോസിഷൻ എഫ് എടുത്തപ്പോൾ തല തിരിച്ചു ഇല്ലേ? കാരണം എന്താണ്? ഇത് തല തിരിഞ്ഞു. അതുകൊണ്ടാണ് എഫിൻ്റെ റേഞ്ചും ജീൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞത്. അതായത് ആദ്യത്തെ സെറ്റിൻ്റെ ഡൊമെയിനും സെറ്റല്ല, ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡൊമെയിനും രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ റേഞ്ചും, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്താണ്? ജി കോമ്പോസിഷൻ എഫ് എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ റേഞ്ചും ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡൊമെയിനും, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോ,
ഇനി ജീൻ്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജീൻ്റെ ഡൊമെയിൻ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതെപ്പോഴും ക്വസ്റ്റ്യനിലുണ്ടാവും കേട്ടോ. ഡൊമെയിൻ എപ്പോഴും ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ ജി ബി ദ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് എ ബി സി ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എ ബി സി തന്നെയാണ് അല്ലേ. ഡൊമെയിൻ ഓഫ് ജി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് സെറ്റ് എ ബി സി ആണ്. ഇനി റേഞ്ച് ഓഫ് എഫ് ആണ്. റേഞ്ച് ഓഫ് എഫ്. അപ്പോൾ അതെന്താണ്? എഫിന് കൊടുക്കണ ആ സമയത്ത് കിട്ടുന്ന വാല്യൂസ്, എഫിൻ്റെ ഡൊമെയിനിലുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ നോക്കിക്കോ, എ ബി സി ഇതന്നെയാണ് എഫിൻ്റെ ഡൊമെയിൻ. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എഫിൻ്റെ ഡൊമെയിൻ എന്താണ്? എഫിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എ ബി സി ആണ്. എ ബി സിയിൽ നിന്ന് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ എഫിന് കിട്ടുന്ന വാല്യൂസാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 3 ആണ്, ബി കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 2 ആണ്, സി കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ 1 2 3 അതാണ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ എഫിൻ്റെ റേഞ്ച് എന്താണ്? 1, 2, 3 ആണ്. ഇനി നോക്കിക്കോ, റേഞ്ച് ഓഫ് എഫും ഡൊമെയിൻ ഓഫ് ജിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു തരത്തിലുള്ള ബന്ധമില്ല അല്ലേ. അതായത് 1 2 3യും എ ബി സിയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് സബ്സെറ്റ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ സെറ്റ് 1 2 3 ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. അതായത് റേഞ്ച് ഓഫ് എഫ് ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ഡൊമെയിൻ ഓഫ് ജി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ജി കോമ്പോസിഷൻ എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇതാട്ടോ ആൻസർ. ജി കോമ്പോസിഷൻ എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് സിൻസ് റേഞ്ച് ഓഫ് എഫ് ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ഡൊമെയിൻ ഓഫ് ജി. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻഡ് അല്ല. ഇതാണ് ഇതിൻ്റെ ഉത്തരം.